സൗദി അറേബ്യയിലേക്ക് ഒരു വർഷത്തേക്ക് കാലാവധിയുള്ള വിസകൾ താൽക്കാലികമായി നിർത്തലാക്കി. ഇന്ത്യ ഉൾപ്പെടെ 14 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ദീർഘകാല സന്ദർശന വിസ നിരോധിച്ചുകൊണ്ടുള്ള പുതിയ വിസ നയം സൗദി അറേബ്യ നടപ്പാക്കിയതായാണ് റിപ്പോർട്ടുകൾ. ദീർഘകാല സന്ദർശന വിസകളിലൂടെ അനധികൃതമായി പ്രവേശിക്കുന്ന ഹജ്ജ് തീർത്ഥാടകരെ തടയുന്നതിന്റെ ഭാഗമായാണ് നിരോധനം ഏർപ്പെടുത്തിയതെന്നാണ് പ്രാദേശിക അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യ, അൾജീരിയ, ബംഗ്ലാദേശ്, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാഖ്, ജോർദാൻ, മൊറോക്കോ, നൈജീരിയ, പാകിസ്ഥാൻ, സുഡാൻ, ട്യൂണീഷ്യ, യമൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരെയാണ് ഈ തീരുമാനം ബാധിക്കുക. എന്നാൽ ഇതു സംബന്ധിച്ച പ്രഖ്യാപനങ്ങൾ ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ല. റിപ്പോർട്ടുകൾ പ്രകാരം ഈ 14 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് സിംഗിൾ എൻട്രി വിസയ്ക്ക് അപേക്ഷിക്കാം. ഈ വിസയ്ക്ക് 30 ദിവസത്തെ സാധുതയായിരിക്കും ഉണ്ടാകുക. ടൂറിസം, ബിസിനസ്, കുടുംബ സന്ദർശനങ്ങൾ എന്നിവയ്ക്കായുള്ള ഒരു വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി വിസയാണ് അനിശ്ചിതമായി നിർത്തിവച്ചിരിക്കുന്നതെന്നും ഈ നിരോധനം താൽക്കാലികമാണെന്ന് മന്ത്രാലയം അധികൃതർ അറിയിച്ചതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സൗദി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴി ഇപ്പോൾ മൾട്ടിപ്പിൾ എൻട്രി ഫാമിലി വിസിറ്റ് വിസയ്ക്ക് അപേക്ഷിക്കാൻ കഴിയുന്നില്ലെന്നും സിംഗിൾ എൻട്രി വിസിറ്റ് വിസയ്ക്ക് മാത്രമാണ് നിലവിൽ അപേക്ഷ നൽകാൻ കഴിയുന്നതെന്നും ട്രാവൽ ഏജൻസികൾ പറയുന്നുണ്ട്. എന്നാൽ ഇത് സാങ്കേതിക പ്രശ്നമാണോ, സേവനം താൽക്കാലികമായി നിർത്തിവെച്ചതാണോ എന്നത് വ്യക്തമല്ല. ഇത് സംബന്ധിച്ച അറിയിപ്പുകൾ ഔദ്യോഗികമായി ലഭിക്കുമെന്നാണ് സൂചനകൾ.